നമസ്തേ. ടോപ്പ് 7 at 7ലേക്ക് സ്വാഗതം. നോക്കാം ഒരു വാർത്താപ്പകൽ അരമണിക്കൂറിൽ. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി അടിയന്തര പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാർ. ഒഴിപ്പിക്കപ്പെടുന്നവരുടെ ആദ്യ സംഘത്തെ നാളെ തന്നെ ഇന്ത്യയിലേക്ക് വിമാനമാർഗം എത്തിക്കും. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിയുന്ന ഭാരതീയ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഭാരതീയരെ ഒഴിപ്പിക്കാൻ അതിവേഗ നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പറയും. രാഖി, ഇറാനിലെ സാഹചര്യം അത്ര ശുഭകരമായ അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. അതിനാൽ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികൾ, ടൂറിസ്റ്റുകൾ, തീർത്ഥാടകർ, ബിസിനസ് ആവശ്യങ്ങൾക്കായി പോയ ആളുകൾ എന്നിവരെ ഒഴിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ എംബസി ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടം വിമാനം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ അവിടെ നിന്നുള്ള ആളുകളെയും കൊണ്ടുള്ള വിമാനം നാളെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കണ്ടെത്തുന്നതിന് അവിടെ ഇൻ്റർനെറ്റ് സേവനം, ഫോൺ സേവനം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അതിനാൽ തന്നെ നേരിട്ട് ഈ വിദ്യാർത്ഥികളെയും മറ്റും കണ്ടെത്തുക എന്നുള്ളതാണ് ശ്രമകരമായ ദൗത്യം. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം വിമാനമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് 10,000-ലധികം ആളുകൾ, വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇറാനിലുണ്ട് എന്നതാണ്, ഇന്ത്യക്കാരായി ഇറാനിലുണ്ട് എന്നതാണ് ഇപ്പോൾ ടെഹ്റാൻ എംബസി വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എത്രയും വേഗം അവിടെ ഇറാൻ വിടണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. ശരി ശ്രീകാന്ത്, എന്തായാലും ഇറാനിലെ പ്രക്ഷോഭം ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഭാരതീയരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഭാരതീയരുടെ കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാതെ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. അടിയന്തര ഇടപെടലുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ആദ്യ സംഘം നാളെ തന്നെ വിമാനമാർഗം ഭാരതത്തിലേക്ക് തിരിക്കും എന്നുള്ളതാണ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് നൽകുന്ന വിശദാംശങ്ങൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ബംഗാൾ സർക്കാരും തമ്മിലുള്ള കേസിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ബംഗാൾ സർക്കാരിന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ ഐപാക് ഓഫീസുകളിൽ നടന്ന റെയ്ഡുകളുമായി ബന്ധപ്പെട്ടാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ ബംഗാൾ പോലീസ് കേസെടുത്തത്. ഇതിനെതിരായ ഇ.ഡിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് സുപ്രീം കോടതി ഉത്തരവ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകൾ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി 2 ആഴ്ചയ്ക്കകം ബംഗാൾ സർക്കാർ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. റെയ്ഡിനിടെ നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. നേരത്തെ കേസ് പരിഗണിക്കവേ ബംഗാളിൽ ഇ.ഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തിയത് അതിരുകടന്ന നടപടിയാണെന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം ബംഗാൾ DGP രാജീവ് കുമാർ, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ മനോജ് കുമാർ വർമ്മ എന്നിവരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസി സമർപ്പിച്ച ഹർജിയിൽ ആഭ്യന്തര മന്ത്രാലയം, പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ്, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ എന്നിവരിൽ നിന്ന് ജസ്റ്റിസ് പ്രശാന്ത് മിശ്ര, ജസ്റ്റിസ് വിപുൽ പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ച് മറുപടി തേടിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന് അനുമതി നൽകി ജില്ലാ കളക്ടർ. നേരത്തെ റവന്യൂ അധികൃതർ എത്തിയ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ല എന്നാരോപിച്ചായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇതിനെതിരെ ഭക്തരുടെ പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് കുംഭമേളയ്ക്ക് അനുമതി നൽകിയത്. കേരളത്തിന്റെ കുംഭമേളയ്ക്ക് ഒടുവിൽ പിണറായി സർക്കാർ അനുമതി നൽകി. മലപ്പുറം ജില്ലാ കളക്ടറാണ് പരിപാടിക്ക് ഉപാധികളോടെ അനുമതി നൽകിയതായി സംഘാടകരെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും എത്തി തടഞ്ഞത്. പരിപാടിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ല എന്ന് ആരോപിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത്. ഇതോടെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു. തുടർന്ന് ഹൈന്ദവ ശക്തിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് പരിപാടിക്ക് അനുമതി നൽകിയതായി കളക്ടർ സംഘാടകരെ അറിയിച്ചത്. സ്വാഭാവികമായും അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും മാത്രമല്ല ലോകത്തുനിന്ന് മുഴുവൻ ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ വരികയും നമ്മുടെ ഈ മഹാമഹത്തിന്
പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു ജനകീയ പങ്കാളിത്തം വരും എന്നുള്ള ഘട്ടം വന്ന സമയത്താണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ കളക്ടറും എസ് പിയും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. തുടർന്ന് ഇന്ന് നമ്മുടെ ഭാരവാഹികളെ കളക്ടറെ നേരിട്ട് വിളിക്കുകയും വരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെല്ലുകയുമായിരുന്നു. പരിപാടിക്ക് അനുമതി ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ മഹാമാഘ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആരംഭിക്കും. 19-ന് കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർ കുംഭമേളയ്ക്ക് കൊടി ഉയർത്തും. നമ്മൾ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പാരലായിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനം വേണ്ടത് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഈ അടിസ്ഥാന സൗകര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് അവർക്ക് സ്നാനം ചെയ്യാനുള്ള സൗകര്യം, ഈ ക്രൗഡ് തിരക്കില്ലാതെ മാനേജ് ചെയ്യാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ മലമൂത്ര വിസർജനങ്ങളടക്കം ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇത് ചെയ്യാനുള്ള ചില സാങ്കേതിക തടസ്സങ്ങളാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് ചടങ്ങുകളായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും പൂജകളുടെ കാര്യത്തിലായാലും ഒക്കെ അതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻഡാണ്. ഇതിനും നമ്മൾ ബദൽ സംവിധാനം കണ്ടിട്ടുണ്ട്. ആ സംവിധാനത്തിനാണ് കഴിഞ്ഞ ദിവസം ചെറിയൊരു തടസ്സം നേരിട്ടത്. പക്ഷേ ആ തടസ്സം മറികടന്നുകൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രയാഗിലും മറ്റും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന നാഗ സന്യാസിമാരുടെ സമൂഹമായ ജുന അഖാഡയാണ് തിരുനാവായിയിലെയും മേള നടത്തുന്നത്. അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയാണ് മഹാമാഘ മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. ഫെബ്രുവരി 3-നാണ് കുംഭമേള സമാപിക്കുക. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, മലപ്പുറം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെ അറസ്റ്റിലായ പ്രതി KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ വേഗത്തിലാക്കി SIT. മുൻ ദേവസ്വം ബോർഡ് അംഗമായ KP ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി എത്തി. റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി. അതേസമയം തന്നെ 2024 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെ അറസ്റ്റിലായ 11-ാം പ്രതി KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് SIT. മുൻ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി എത്തി. റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി. ജഡ്ജിക്കൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരനും ഉണ്ടായിരുന്നു. ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ ആശുപത്രിയിലെത്തി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ തന്നെ പ്രോസിക്യൂട്ടർ വഴി അറസ്റ്റ് വിവരം കോടതിയെ അറിയിച്ചിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകിയതിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഒരാൾ പ്രതി ചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുകയാണെന്നും അയാളുടെ മകൻ SP ആണെന്നും അതാണ് ആശുപത്രിയിൽ പോയതെന്നുമാണ് ജസ്റ്റിസ് ബദ്രുദ്ദീൻ തുറന്നടിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജ്വല്ലറി വ്യാപാരി ഗോവർദ്ധൻ അടക്കം 3 പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഇതിന് പിന്നാലെയായിരുന്നു രാത്രിയിലെ ശങ്കരദാസിന്റെ അറസ്റ്റ്. അതേസമയം 2024 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ 2 തവണ മൊഴിയെടുത്ത ശേഷം വിട്ടയച്ചിരുന്നു. വീണ്ടും മൊഴിയെടുക്കാൻ PS പ്രശാന്തിനെ വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. 2024-ലും ദ്വാരപാലക ശില്പം പോറ്റിക്ക് നൽകിയതിലെ ഇവരുടെ പങ്കാണ് അന്വേഷിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ജനം, തിരുവനന്തപുരം. ഇന്ത്യൻ സമുദ്ര അതിർത്തിയിലേക്ക് കടന്നുകയറിയ പാകിസ്ഥാൻ മത്സ്യബന്ധന ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടി. അൽ മദീന എന്ന ബോട്ടാണ് പിടികൂടിയത്. ബോട്ടിൽ 9 പേരുണ്ടായിരുന്നു. ഇവരെ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഈ പാകിസ്ഥാൻ മത്സ്യബന്ധന ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടികൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? രാഖി, ഇന്നലെ രാത്രിയോടെയാണ് ഈ ബോട്ട് പിടികൂടിയത്. ബോട്ട് പാകിസ്ഥാനിൻ്റെ പരിസരത്തുള്ള, അതായത് പോർബന്തറിൻ്റെ പരിസരത്തുള്ള സമുദ്രാതിർത്തിയിലേക്ക് കടന്നു കയറുകയായിരുന്നു. അതായത് ഭാരതത്തിൻ്റെ സമുദ്രാതിർത്തിയിലേക്ക് കടന്നു കയറുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടികളുമായി കോസ്റ്റ് ഗാർഡ് എത്തുകയും ചെയ്തത്. കോസ്റ്റ് ഗാർഡ് കപ്പൽ പിന്തുടരുന്നു എന്നറിഞ്ഞതോടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിവേഗം ബോട്ട് പാകിസ്ഥാൻ ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു. ഇത് കൂടുതൽ സംശയത്തിന് വഴിവെക്കുകയും സ്വാഭാവികമായും ബോട്ട് പിടികൂടുകയും ചെയ്തു. പിന്നീട് അത് ബോട്ട് കെട്ടിവലിച്ച് ഇപ്പോൾ പോർബന്തറിലെ പോർട്ടിൽ എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിഷിംഗ് ഹാർബറിൽ
എത്തിച്ചിട്ടുണ്ട്. അവിടെ പരിശോധനകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബോട്ടിലുണ്ടായിരുന്ന 9 പേരെയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ ബോട്ട് മയക്കുമരുന്ന് കടത്തായിരിക്കാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കർശനമായൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. വിവിധ ഏജൻസികൾ, കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ തന്നെ മറ്റ് വിവിധ ഏജൻസികളുടെയും അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് നടക്കുന്നത്. ഒരു പരിധിവരെ അതിന് രഹസ്യാന്വേഷണ സ്വഭാവമുള്ള ഒരു നീക്കമാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏത് ഏജൻസികൾ നടത്തുന്നതെന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ ഇത്തരത്തിലുള്ള കടന്നുകയറുന്ന ബോട്ടുകൾക്ക് നേരെ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ വേഗതയിൽ തിരിച്ച് ബോട്ട് പാകിസ്ഥാൻ ഭാഗത്തേക്ക് പോയത് ഏറെ സംശയം ഉളവാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കടൽ വഴി തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കള്ളക്കടത്ത് നടത്തുകയും അത് കരയിലെത്താതെ തന്നെ മറ്റേതെങ്കിലും കടലിൽ വെച്ച് തന്നെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ അനധികൃത ചരക്കുകളുടെ ഇടപാടായിരിക്കാം നടന്നത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ബോട്ട് പിടികൂടിയിരിക്കുന്നത്. രാഖി. നാസ ക്രൂ 11 പേടകം ബഹിരാകാശത്ത് നിന്നും ഭൂമിയിൽ തിരിച്ചെത്തി. 11 മണിക്കൂറിലേറെ നീണ്ട യാത്രയും 13 മിനിറ്റ് നീണ്ടുനിന്ന ഡി ഓർബിറ്റിംഗിനും ശേഷമാണ് കാലിഫോർണിയയുടെ ഉൾക്കടലിൽ പേടകം ഭൂമിയിൽ ഇറങ്ങിയത്. സഞ്ചാരികളിൽ ഒരാളുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്ക മൂലം കാലാവധി പൂർത്തിയാക്കാതെയാണ് C-11 ദൗത്യം ഭൂമിയിലെത്തിയത്. ഇന്ത്യൻ സമയം കൃത്യം 2:11 ക്രൂ 11 ബഹിരാകാശ പേടകം കാലിഫോർണിയൻ തീരക്കടലിൽ പറന്നിറങ്ങി. 13 മിനിറ്റ് നീണ്ടുനിന്ന ഡി ഓർബിറ്റിംഗിന് ശേഷമാണ് സുരക്ഷിതമായി പേടകം ഭൂമിയിൽ ഇറങ്ങിയത്. പ്രതീക്ഷിച്ചതിലും 1 മാസം മുൻപാണ് ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ തിരിച്ചെത്തിയത്. സഞ്ചാരികളിൽ ഒരാളുടെ ആരോഗ്യപ്രശ്നമാണ് യാത്ര നേരത്തെ അവസാനിപ്പിക്കാൻ കാരണം. ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ പ്രവേശിച്ചതിന് ശേഷം 4 പാരച്യൂട്ടുകൾ 2 ഘട്ടമായി ഉയർത്തിയാണ് സുരക്ഷിത ലാൻഡിംഗ് ഉറപ്പാക്കിയത്. ജലോപരിതലത്തിൽ എത്തിയ പേടകത്തെ സുരക്ഷിതമായി റിക്കവറി കപ്പലിൽ എത്തിച്ചു. പിന്നീട് ബഹിരാകാശ യാത്രികർ ഓരോരുത്തരായി പുറത്തിറങ്ങി. സീന കാഡ്മാൻ, മൈക്ക് ഫിൻകെ, കിമിയ യൂയി, ഒലേഗ് പ്ലാറ്റ്നോവ് എന്നിവരായിരുന്നു ദൗത്യത്തിലെ ബഹിരാകാശ യാത്രികർ. മാസങ്ങൾക്ക് ശേഷം ഭൂമിയിലെത്തിയവരുടെ ആഹ്ലാദം ഓരോ യാത്രികരുടെയും സന്തോഷത്തിൽ വ്യക്തമാണ്. സയൻസ് ഡെസ്ക്, ജനം. ലോകം അഭൂതപൂർവമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ പുതിയ പാത വെട്ടി മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു ശക്തി കേന്ദ്രം സ്ത്രീ പ്രാതിനിധ്യമാണ്. ഇന്ന് വനിതകൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, അതിനെ നയിക്കുന്നതായും കോമൺവെൽത്ത് സ്പീക്കർമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിലാണ് കോമൺവെൽത്ത് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം ചേർന്നത്. 42 കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും 4 അർദ്ധ സ്വയംഭരണ പാർലമെന്റിൽ നിന്നുമായി 61 സ്പീക്കർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോകം മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ പുതിയ പാത വെട്ടി മുന്നേറണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിൽ ജനാധിപത്യത്തിന്റെ ഒരു ശക്തി കേന്ദ്രം സ്ത്രീ പ്രാതിനിധ്യമാണ്. ഏകദേശം 1.5 ദശലക്ഷം തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളുണ്ടെന്നും ഭാരതത്തിന്റെ രാഷ്ട്രപതി തന്നെ ഒരു വനിതയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. The President of India, our first citizen, is a woman. The Chief Minister of Delhi
The city which we are in right now is a woman. In rural and local government bodies, India has about 1.5 million elected women representatives. ഭാരതത്തിന്റെ ജനാധിപത്യം വൈവിധ്യത്താൽ സമ്പന്നമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ശക്തമായ ജനാധിപത്യ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിൽ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും പങ്ക്, പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സ്വാധീനം തുടങ്ങി വിവിധ വിഷയങ്ങൾ 2 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. ജനം, ഡൽഹി. എഴുപത്തിയെട്ടാമത് കരസേനാ ദിനം ആഘോഷിച്ച് രാജ്യം. ജയ്പൂരിൽ സൈനിക ശക്തി പ്രകടമാക്കിയ പരേഡിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സല്യൂട്ട് സ്വീകരിച്ചു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ദൃഢനിശ്ചയത്തോടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നവരാണ് സൈന്യം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. मातृभूमि की सेवा का ये अवसर बड़े सौभाग्य से मिलता है. ये सेवा आसान नहीं है. ये मातृभूमि को सर्वस्व मानने वाले मत वालों की साधना है. ये मां भारती के लाडलों लाडलियों उनका तप है, उनकी तपस्या है. ഭാരതത്തിന്റെ കരുത്തായ കരസേനയുടെ ചരിത്രവും പോരാട്ടവീര്യവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 78ാമത് കരസേനാ ദിനം ആചരിച്ചു. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് ജയ്പൂരിൽ പരേഡ് ആരംഭിച്ചത്. സൈനിക ശക്തിയും ആയുധബലവും പ്രകടമാക്കിയ പരേഡിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സല്യൂട്ട് സ്വീകരിച്ചു. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ, രാജസ്ഥാൻ ഗവർണർ ഹരിഭാവു കിസാൻ റാവു ഭഗഡെ, മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവരും പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയൻ ആദ്യമായി പരേഡ് ചെയ്തു. സൈന്യത്തിന്റെ ഭാഗമായ പുതിയ ഡ്രോണുകളും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ അടക്കമുള്ള ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും പ്രദർശിപ്പിച്ചു. കരസേനാ ദിനത്തിൽ സൈന്യത്തിന്റെ ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും അഭിവാദ്യം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ദൃഢനിശ്ചയത്തോടെ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നവരാണ് സൈന്യമെന്നും സൈന്യത്തിന്റെ കർത്തവ്യബോധം രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി. എഴുപത്തിയൊൻപതാമത് സന്തോഷ് ട്രോഫിക്കായുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ടീമിന്റെ ക്യാപ്റ്റൻ കേരള പോലീസിലെ ജി സഞ്ജുവാണ്. 2ാം തവണയാണ് സന്തോഷ് ട്രോഫി ടീമിനെ സഞ്ജു നയിക്കുന്നത്. കഴിഞ്ഞ വർഷം 1 ഗോളിന് നഷ്ടമായ കിരീടം ഇത്തവണ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് കേരളം സന്തോഷ് ട്രോഫിക്ക് ഇറങ്ങുന്നത്. യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ടീമാണ് ഇത്തവണത്തേത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ 22 താരങ്ങളടക്കം 28 പേരുടെ ടീമിനെ പ്രഖ്യാപിച്ചു. 5 തവണ സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള ജി സഞ്ജുവാണ് ടീം ക്യാപ്റ്റൻ. ഇനി മിഡ്ഫീൽഡേഴ്സ് ആണ് അർജുൻ MM തൃശൂർ, 25-year-old goalkeeper from ഇരിഞ്ഞാലക്കുട തൃശൂർ. അൽകേഷാദ് സെൻട്രൽ എക്സൈസിന്റെ പ്ലെയർ ആയിരുന്നു. ചടങ്ങിൽ 79ാമത് സന്തോഷ് ട്രോഫി ടീമിന്റെ തീം സോങ്ങിന്റെയും ജേഴ്സിയുടെയും പ്രകാശനവും നടന്നു. ജനുവരി 22 മുതൽ ഫെബ്രുവരി 8 വരെ അസമിലാണ് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത്. സർവീസസ്, പഞ്ചാബ്, ഒഡീഷ, റെയിൽവേ, മേഘാലയ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് കേരളം മത്സരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ കേരളം പഞ്ചാബിനെ നേരിടും. ജനം, കൊച്ചി. കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച 17-കാരിയുടെ അവയവദാനം ചെയ്തു. പയ്യവ് സ്വദേശിനിയായ അയോന മോൻസന്റെ വൃക്കകളും മറ്റ് അവയവങ്ങളുമാണ് ദാനം ചെയ്തത്. വിമാനമാർഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച വൃക്കകൾ പാറശാല സ്വദേശിയായ യുവതിക്കാണ് നൽകുക. ആഭ്യന്തര യാത്രാ വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണ് ഇന്ന് നടന്നത്. അയോണയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ നീക്കങ്ങൾ വേഗത്തിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് വൃക്കകൾ എത്തിച്ചത്. ഇൻഡിഗോ വിമാനമാർഗം തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെത്തിച്ച വൃക്കകൾ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡ് മാർഗം ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. സാധാരണ എവിടെ അവയവദാനം നടന്നാലും
മെഡിക്കൽ കോളേജുകൾക്ക് ഒരു കിഡ്നി കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നിയമം. അപ്പോൾ കോട്ടയത്തിനും കോഴിക്കോടിനും കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം കിഡ്നി എടുക്കാത്തത് കൊണ്ട് നമുക്ക് ട്രിവാൻഡ്രമാണ് അലോക്കേറ്റഡ് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പറ്റിയ അവിടെ നിന്ന് സമയബന്ധിതമായി ഇവിടെ കൊണ്ടുവരണം. ഹെലികോപ്റ്ററിൻ്റെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് പറ്റുമോ നോക്കി. അങ്ങനെ ഇൻഡിഗോയെ കോൺടാക്ട് ചെയ്യും. ഇൻഡിഗോ നമുക്ക് സീറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തത്. അവയവം എത്തിക്കുന്നതിൽ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ഉണ്ടായെന്ന് കേസോട്ടോ അധികൃതർ പ്രതികരിച്ചു. ഞാനിതിൽ ന്യൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞതുകൊണ്ട് തന്നെ അതുപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടിയുള്ള ഒരു കോർഡിനേഷനാണ്. നമുക്ക് ടൈം മാനേജ്മെൻ്റ് ആണല്ലോ ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട്. കേസോട്ടോ വഴി രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം പാറശാല സ്വദേശിക്കാണ് വൃക്കകൾ നൽകുക. അയോണ മോൺസന്റെ കരൾ, കോർണിയ അടക്കമുള്ള മറ്റ് അവയവങ്ങളും ദാനം ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അപകടമുണ്ടായത്. സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ അയോണയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം. ഈ ബുള്ളറ്റിൻ പൂർത്തിയാക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ആക്ഷേപഹാസ്യ പരിപാടി ക്ഷാ കാണാം. നമസ്തേ.